RJD നേതാവ് ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ 5 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം കഠിന തടവ്. സെഷൻസ് കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത്. BJP വിട്ട് ജനതാദളിന്റെ ഭാഗമായതിനാണ് ദീപകിനെ കൊലപ്പെടുത്തിയത്. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, സെഷൻസ് കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ഇപ്പോൾ ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ് എതിരെയാണ് ഇപ്പോൾ ശിക്ഷാവിധി വരുന്നത്? വിവരങ്ങൾ. പ്രതീക്ഷ, നാട്ടികയെ നടുക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധി പ്രഖ്യാപനത്തിലേക്ക് പോയിരിക്കുന്നത്. RJD നേതാവായിരുന്ന ദീപകിന്റെ കൊലക്കേസിലാണ് പ്രധാനപ്പെട്ട BJP RSS പ്രവർത്തകരെ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 1-ാം പ്രതി MS ഋഷികേശ്, 2-ാം പ്രതി KU നിജിൽ, 3-ാം പ്രതി KP പ്രശാന്ത്, 4-ാം പ്രതി രശാന്ത്, 5-ാം പ്രതി VP കൃഷ്ണൻ. ഈ 5 പേരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അവർക്കെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ജീവപര്യന്തം കഠിന തടവിനും ഓരോരുത്തരും 1 ലക്ഷം രൂപ പിഴയും നൽകണമെന്ന വിധി വന്നിരിക്കുന്നത്. നേരത്തെ തൃശൂർ സെഷൻസ് കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടിരുന്നതാണ്. അതിനെതിരെ സർക്കാരും ദീപകിന്റെ കുടുംബവും ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സർക്കാരിന് വേണ്ടി ഹാജരായ SU നാസർ നമുക്കൊപ്പം ചേരുന്നു. സാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. പ്രത്യേകിച്ച് കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതി ശിക്ഷിക്കുന്നു എന്നത് അതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും, കാരണം വെറുതെ വിട്ട പ്രതികളെ തിരിച്ച് കൺവിക്റ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം അവരെ കേസ് വിലയിരുത്തിയിട്ട് വിട്ടു കഴിഞ്ഞാൽ വ്യക്തമായ കാരണം ഉണ്ടാവണം. ഇപ്പോൾ സാധാരണ വളരെ റെയർ ഒക്കേഷനിലാണ് ഇത് സംഭവിക്കാറ്. പക്ഷേ ഈ കേസിൽ ജില്ലാ ജഡ്ജി കണ്ടെത്തിയ ഫൈൻഡിങ് ശരിയല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഹൈക്കോടതി ഇങ്ങനെ കൺവിക്റ്റ് ചെയ്യാനുള്ള പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നത്. BJP വിട്ട് എൻ്റെ പേരിലൊരു രാഷ്ട്രീയ കൊലപാതകം, അതാണല്ലോ പ്രോസിക്യൂഷൻ കേസ്, അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന മോട്ടീവ് എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകനായ BJP പ്രവർത്തകനായ ദീപക് പാർട്ടി മാറി ജനതാദളിൻ്റെ നേതാവായി മാറിയുള്ള വിരോധം തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ മോട്ടീവ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വൺ ഓഫ് ദ മോട്ടീവ് വിച്ച് വാസ് പ്രൂവ്ഡ് ഓൾസോ ബൈ ദ പ്രോസിക്യൂഷൻ. ദീപകിന്റെ സഹോദരൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം വിദേശത്ത് നിന്ന് ഇന്നലെയാണ് എത്തിയത്. ഈ 10 വർഷത്തോളം കാത്തിരുന്ന് കിട്ടിയ ഒരു നീതിയാണ്, എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷം. ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു വിധി. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു നമുക്ക്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ സത്യം ജയിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും സന്തോഷപ്പെടുത്തുന്നത്. ചേട്ടനെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലെങ്കിലും നമുക്ക് നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണ്. അതുൽ, ശ്രീജിത്ത് ഇവരൊക്കെ നമ്മളെ കൂടെ 2017 മുതലുണ്ട്, പിന്നിലുണ്ട് ഈ കേസിൻ്റെ. ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായതല്ല. വളരെയധികം സന്തോഷം. നമ്മളുടെ ജുഡീഷ്യറിനെ നമ്മൾ ബഹുമാനിക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ വളരെ കീഴ്ക്കോടതിയിൽ നടന്ന് ബുദ്ധിമുട്ടിയതാണ്. പക്ഷേ അതിനൊരു അനുകൂല വിധി ഉണ്ടായില്ല. അന്ന് ഒരുപാട് വേദനിച്ചതാണ്. പക്ഷേ എല്ലാം മാറി മറിഞ്ഞ് നമുക്ക് അനുകൂലമായിട്ടൊരു വിധി ഇന്ന് വന്നത് വളരെയധികം സന്തോഷിക്കുന്നു. കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ കേസിലെ 2 പ്രതികൾ ഇപ്പോഴും വിദേശത്താണ്. മറ്റു 3 പ്രതികളെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ അടക്കം പുറപ്പെടുവിക്കുന്ന നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.